ഓൺലൈനിലൂടെ മതത്തെ വ്യഭിചരിക്കുന്ന കുറച്ച് ഓളികളുണ്ട് കേട്ടോ, മതയോളികള്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനോളിയുണ്ട്. സാധാരണ ഒരുപാട് മതപുരോഹിതന്മാരുണ്ട്, അവരൊക്കെ യൂട്യൂബിൽ വീഡിയോസുമായിട്ട് വരാറുണ്ട്. അവരവരുടെ കാര്യം നോക്കി. ഇവനാണെങ്കിലോ ഏതിനകത്തുമില്ല, പാഷാണത്തിലെ കൃമി എന്ന് പറയുന്നത് പോലെ എവിടെയും ഇവൻ ആവശ്യമുള്ളതേ തപ്പി തെരഞ്ഞെടുക്കത്തുള്ളൂ. ഇന്നലെ ഒരു വാർത്ത നമ്മൾ കണ്ടില്ലേ, പെൺകുട്ടിക്ക് നിരന്തര പീഡനം, കൊല്ലം ചിതറയിൽ ക്ഷേത്ര പൂജാരി അറസ്റ്റ്. അതിനകത്ത് ഇവൻ കൊണ്ടുവന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുവാണ്, ഇത് ഏത് പുസ്തകത്തിലുള്ളതാണെന്ന്. അതല്ല, ആരെന്ത് ചെയ്തിരുന്നാലും ശരി, പുസ്തകത്തെ ഊന്നി പറയുന്നത് കൊണ്ടല്ലേ നമ്മൾ വിമർശിക്കുന്നത്. ഇപ്പൊ ഷിയാസ് കരീം അവൻ മര്യാദയ്ക്ക് അവന്റെ കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിൽ പ്രശ്നമുണ്ടോ? എന്റെ പുസ്തകം പറയുന്നത് കൊണ്ടാണ് ഞാൻ പന്നിയിറച്ചി തിന്നാത്തത് എന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് അവനെ വിമർശിക്കുന്നത്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ മഹാരാഷ്ട്രയില് 2 പേരെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാ കലിമ ചൊല്ലുന്നത്? ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ. എന്തായിരുന്നാലും നമ്മുടെ ഒരു യുവാവ് ഇട്ടിട്ട് അലക്കുന്നുണ്ട് നമ്മുടെ ഉസ്തൂനെ. ഇവന്റെ പുസ്തകം ഏതാ ചോദിക്കുന്ന ഉസ്താദ്. അതാണ് കോമഡി. എന്റെ പൊന്ന് ഉസ്താദേ, നിങ്ങളൊന്നും ഉസ്താദ് വിളിക്കാൻ പറ്റില്ല. ഉസ്താദ് എന്നൊക്കെ പറയുമ്പോ ഗുരുനാഥൻ അല്ലേ? നിങ്ങളൊന്നും ഉസ്താദ് പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ രാവിലെ തൊട്ട് മതം തിന്ന് മതം തൂറുന്ന വെറും മതഭ്രാന്തൻ. അൻസാരിയല്ല, അൺമാറി സോറി. കാരണം ഇക്കഴിഞ്ഞ മറ്റേ തൃശ്ശൂർ കഴിഞ്ഞ ആ ഒരു വെടിക്കെട്ട ദുരന്തത്തിൽ വരെ സഹായം ചെയ്തവരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അവര് ചെയ്തു ഇവര് ചെയ്തു മറ്റവര് ചെയ്തോ, യൂസഫ് അലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ അതിനകത്ത് അവൻ മതമല്ലേ തിരികാൻ കയറ്റിയത് അല്ലേ? അപ്പോ ഇവിടെ എന്താ സമ്മാനം കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അവരാണോ ഇവരാണോ മറ്റവരാണോ എന്ന്? എന്തിലും ഏതിലും നിങ്ങൾ ഈ വിഷത്തിന്റെ മതം കലർത്തുന്നത് കൊണ്ടാണ് നമുക്കതിനെ എടുത്ത് വിമർശിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് എന്തേ ഇപ്പൊ ഖുർആനും ഹദീസും ഒന്നും പണയാനില്ലേ? ഇല്ല. ഒരു ചുരിദാറും ഇട്ടിട്ട് മൂലവും കുലുക്കി ക്യാമറയും ഓൺ ചെയ്ത് വെച്ചിട്ട് പോന്ന കാണാം. ഓ മോദിയെ കൊന്നു, അതിനകത്ത് ഒരുത്തൻ അമീൻ തിവാരി, ഓ ജിഹാദി ഇല്ല. ഇവന്റെ ഒരു കളിയാക്കലും അട്ടഹാസവും പരിഹാസവും ഒക്കെ കണ്ടു കഴിഞ്ഞാലേ ഇവനെല്ലാം തികഞ്ഞ ഒരുത്തനാണെന്നാണ് തോന്നുന്നത്. ഇവന്റെ മോന്ത കണ്ടിട്ടുണ്ടോ? ഞാൻ പിന്നെ ബോഡി ഷേമിംഗ് ഒന്നും നടത്തും. രാവിലെ തൊപ്പിട്ട് മറ്റേ ലോഹട്ട് വന്ന് അവൻ പുണ്യാളെന്ന് അവൻ തോന്നുന്നുണ്ടാവും. അവൻ തോന്നുന്നുണ്ടാവും. ഇവ ലോക നാരിയെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ വന്നേക്കെ ഇവന്റെ പുസ്തകാരാന്ന് വെച്ചിട്ട് എന്റെ പൊന്ന് നാറി, നീ ആ മറ്റേ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, വെറുതെ പോക്സോ കേസ് മദ്രസ എന്ന് വെറുതെ അടിച്ചാൽ മതി. അപ്പൊ ഒരു മല പോലെ ഒരു കൊല്ലം കുത്തിരുന്ന് പറയാനും പറഞ്ഞാലും തീരാത്ത കേസുകൾ വരും. അത് മാത്രാണോ, ഈ മദ്രസയിലെ ഉസ്താദുമാര് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വരെ വയറ്റിലുണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ട് ഇവനൊക്കെ വരൂ രംഗത്ത്. ഇവനൊക്കെ എവിടെയാണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുന്നത്, അവിടെ ഇവൻ ഉണ്ടാകും. എന്തായിരുന്നാലും ഇവനൊരു ഡോസ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. നന്ദി. നമ്മുടെ ഓൺലൈൻ ഉസ്തു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മതപരമായതുകൊണ്ടാണ് ഞാനിതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ശശികല ടീച്ചറോടാണ് സംസാരിക്കാനുള്ളത്. ഒന്ന് സംസാരിക്കട്ടെ. ശശികല ടീച്ചറെ, ചില കാര്യങ്ങൾ കാണുമ്പോൾ അപ്പം തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല. ടീച്ചറെ, മുമ്പൊരിക്കൽ മദ്രസയുടെ മഹത്വം, അവിടെ പഠിപ്പിക്കുന്ന കാര്യം, അതുവഴി കുട്ടികൾക്ക് കിട്ടുന്ന നേട്ടം, മദ്രസയുടെ മഹാത്മ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചർ അന്ന് എന്നോട് പുച്ഛ മനോഭാവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലൊന്നിങ്ങനായിരുന്നു, ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുന്നതിന്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എന്ത് ഉസ്താദ് ഒരുത്തൻ ഉമ്മാനെയും സ്വന്തം കൂടപ്പിറപ്പിനെയും കാമുകയും കൊന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ നോക്കി ജയിലായത് ഉസ്താദേ? തിരുവനന്തപുരത്ത് അഫാന്റെ കാര്യം പറഞ്ഞത്. അഫാൻ സ്വന്തം കൂടപ്പിറപ്പിനെയും ഉമ്മാമാനെയും കാമുകിയൊക്കെ കൊന്നത് ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യത്തെ ഉത്സാരം. എങ്കിൽ ടീച്ചർ ഉറക്കത്തിൽ നിന്നില്ല, എണീറ്റെങ്കിൽ വേഗം പല്ല് വെച്ചിട്ട് ഈ വാർത്ത കൊണ്ടുപോയി. കണ്ണൂരിൽ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ മകൻ കഴുത്തറുത്ത് കൊന്നു, സ്റ്റേഷനിലെത്തി കീഴടങ്ങി 25-കാരൻ. മഹിളാ മോർച്ചയുടെ നേതാവ് കൊല്ലപ്പെടുമ്പം ഏതായിരുന്നാലും അവരുടെ മകൻ എവിടെ പോയിട്ടുണ്ടാവും? മദ്രസയിൽ എന്തായാലും പോയിട്ടില്ല, പിന്നെ എവിടെ പോയിട്ടുണ്ടാകുക? ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഒരിക്കലും ഒരു വിദ്യാലയങ്ങളിലും ശാഖയാകട്ടെ എവിടെയും അമ്മേനെ കൊല്ലാനോ കള്ളു കുടിക്കാനോ പെണ്ണ് പിടിക്കാനോ പീഡിപ്പിക്കാനോ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതങ്ങനെ തന്നെ, എന്റെ നിലപാട് അങ്ങനെ തന്നെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ടീച്ചറിന്റെ അതേ മനോവൈകല്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം? ഇത് ശാഖയെന്ന് പഠിപ്പിച്ചു വിടുന്നതാന്ന് പറയണ്ടേ? ടീച്ചർ അങ്ങനെ പറയണ്ടേ? അത് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീച്ചറിന്റെ വിഭ്രാന്തി എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ഇപ്പൊ നോർമലാണ് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞില്ല ടീച്ചർ ആ ചോദ്യം പിന്നെയും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്.
100 വട്ടം ഉറപ്പാണ്. ഇസ്ലാമിന്റെ ബേസ് എന്താണെന്ന് അറിയാമോ ഉസ്താദെ? ഞാൻ പറഞ്ഞു തരേണ്ടി വരുന്നതാണ് എന്റെ ഗതികേടുകൊണ്ട്. ആദമിന്റെ 2 മക്കൾ, ആദമിന്റെ ഭാര്യ ഹവ്വ 20 പ്രസവങ്ങളിലായി 40 മക്കളെ പ്രസവിച്ചു. ഈ 40 മക്കളും പരസ്പരം വിവാഹം കഴിച്ചു. ഡേറ്റ വേണോ? തെളിവ് വേണോ? അലിയാർ കാസിമിയെ വിളിക്കണോ? നമുക്ക് വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഉസ്താദിന് അതിനകത്ത് അനിഷേധ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവര് ആദ്യമായിട്ട് നടന്ന കൊലപാതകം എന്തിനു വേണ്ടിയായിരുന്നു? കാബീൽ എന്ന് പറയുന്ന അനുജൻ എന്തിനാണ് ഹാബീലിനെ കൊന്നത്? പെണ്ണിനു വേണ്ടി. പെണ്ണിനു വേണ്ടി. ഖുർആനിൽ വചനം എന്താണ്? തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹാ. നിങ്ങൾ എന്ത് തെണ്ടിത്തരം ചെയ്തിരുന്നാലും ശരി, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചാൽ മതി. പാപം ചെയ്യുന്നവരെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ പാപം ചെയ്തിട്ടില്ലെങ്കിൽ പാപം ചെയ്യാത്ത ഒരു സമുദായത്തെ ഞാൻ കൊണ്ടുവരും നിങ്ങളെ നശിപ്പിച്ചിട്ട്. ഹദീസാണ്, പ്രവാചകൻ പറഞ്ഞ ഹദീസാണ്. അപ്പോൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? പാപം ചെയ്യാനല്ലേ? അല്ലേ? ഉമ്മയും ഉമ്മുമ്മയും സഹോദരിയും ഉമ്മയുടെ അനുജത്തിയും അവരുടെ മക്കളും, വാപ്പയുടെ സഹോദരിയും അവരുടെ മക്കളും, വാപ്പയുടെ അനുജനും അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും ഒക്കെ ആരാണെന്നാണ് ഉസ്താദെ നമ്മുടെ മതപ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മതത്തെക്കുറിച്ച് അറിയാത്ത ശശികല ടീച്ചറോട് ഇത് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എല്ലാവരെയും കളിയാക്കി സർവവിജ്ഞാന കോശമായി എല്ലാത്തിനും പോന്ന ഒരു സമ്പൂർണ്ണ മതപണ്ഡിതനായിട്ട് സ്വയം അവരോധിക്കപ്പെടുമ്പോൾ നിങ്ങൾ സ്വയം പരിഹാസ്യപാത്രമായി തീരുവാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഉമ്മുമ്മ, സഹോദരി, വല്ലുമ്മ, അവർക്കൊക്കെ ഇസ്ലാം നൽകുന്ന മഹത്തായിട്ടുള്ള സ്ഥാനങ്ങളെ കുറിച്ച് കൂടി ഉസ്താദിനൊന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഉസ്താദെ, നിങ്ങളത് സ്വയം പഠിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളത് അറിയില്ല എന്ന് നടിക്കുവാണെങ്കിൽ നിങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടേ വിടൂ. ഉമ്മയ്ക്കും ഉമ്മുമ്മയ്ക്കും ഒക്കെ ഇസ്ലാം ഈ ലോകത്ത് നൽകുന്ന സ്ഥാനം എന്താണ്, ചത്തുകഴിഞ്ഞ് പരലോകത്ത് നൽകുന്ന സ്ഥാനം എന്താണ് എന്ന് മതം വിട്ട ഞാൻ പറയാതെ, കാഫിറായിട്ടുള്ള നരകത്തിന്റെ അവകാശിയാണ് എന്ന് ഇസ്ലാം വിധി എഴുതിയ ശശികല ടീച്ചർ പറയാതെ നമ്മുടെ ഉസ്തു തന്നെ പറയട്ടെ ഉസ്താദെ. അതല്ലേ ഒരു ഇത് പറ ഉസ്താദെ. വയസ്തമിറു, ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവ്യവസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അൻ നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. പോരെ, ഇനി വേണം. ഉമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മുമ്മായ്ക്കും
കുഞ്ഞുമ്മാക്കും മൂത്തുമ്മാക്കും ഒക്കെ ഇസ്ലാമിലെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലായല്ലോ. വെറും ഒരു ഭോഗവസ്തു മാത്രമാണ്. ശരി, ഇനി ഉസ്താദ് ബാക്കി കൂടി ഒന്ന് പറയട്ടെ. ശരി. വേണ്ടി അള്ളാഹു താല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു താല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ആദം നബിയുടെ ഭാര്യ ഹവ്വ അലൈഹി ഇസ്ലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. ഓരോ വേണമെങ്കിൽ അള്ളാഹ് രണ്ടിനെ ആണാക്കാൻ പാടില്ലേ? രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ? ഇല്ല. 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ, ഈ മലരനെയൊക്കെ ഏവൻ ഉണ്ടാക്കിയത്? ഇവനൊക്കെ എവിടെ നിന്ന് പാച്ചിട്ട് വരുക? എടാ ക്ണാപ്പ, ഒരു തന്ത ഉണ്ടാക്കി ഒരു തള്ള പെറ്റ മക്കള് പരസ്പരം കല്യാണം കഴിക്കുന്നതിന്റെ പേര്, അതല്ലെങ്കിൽ അവര് ഫിസിക്കലി റിലേറ്റ് ചെയ്തതിന്റെ പേരാണ് ഇൻസെസ്റ്റ്. ഓ, പാച്ചത് നന്നായി അല്ലേ? ഇവന്മാര് പാച്ചാത്തത് നന്നായി. എന്നിട്ട് കോട്ടിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ വേട്ടാവിളിയന്മാർ ഇറങ്ങി വന്നേക്കുവാ. മൂത്തതും ഇളയതും പരസ്പരം കെട്ടിയാൽ അത് ഇൻസെസ്റ്റ് ആവത്തില്ല എന്ന് എവിടെ നിന്നാവേ ഇവനൊക്കെ പാച്ചത്? എന്നിട്ട് ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞിട്ട് വന്നേക്കുക ഉസ്താദ്. ഇനിയും ശാഖയിൽ പഠിക്കുന്നതിനെ കുറിച്ച് കൂടി അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളിൽ ആർക്കാ ഇവിടെ മതപഠനം നിർബന്ധമായിട്ടുള്ളത്? എത്ര ഹിന്ദുക്കൾക്ക് ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ചും അവരുടെ വേദസംഹിതകളെ കുറിച്ചിട്ടും അറിയാം. അത് പറഞ്ഞിട്ട് എത്ര പേരാണ് ഇവിടെ ന്യായീകരിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത്? അതേപോലെ 3-3.5 വയസ്സ് മുതൽ നമ്മൾ നിർബന്ധിപ്പിച്ച് അവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന ഈ മതവിഷമുണ്ടല്ലോ, അത് ഇസ്ലാം മതവിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇസ്ലാമിലെ ഉസ്താദുമാര് മദ്രസകളിൽ പീഡിപ്പിക്കുന്നതിനെ ന്യായീകരിക്കും. എനിക്ക് ഈ പുലിയാർ കാസിം ഇതൊന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്തോട്ടെ, ഞാൻ അടുത്തതിട്ട് തരാം. ഈ പ്രസവത്തിലെ പെണ്ണിന്, ഈ പ്രസവത്തിലെ ആണിന്, ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അള്ളാഹു താല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയുമില്ലാത്ത വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല 20 പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്തിനത്? ആണ് മാത്രമാക്കാൻ പാടില്ലേ? പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വന്തം പടയ്ക്കാൻ പാടില്ലേ? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല അവിടെ വ്യവസ്ഥ വെച്ചവനാണ്. ആദമിൻ ശരി ഉസ്താദ്, ഏതാണ്ട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. മക്കളെ ജനിപ്പിച്ചെടുത്ത് ഇൻസെസ്റ്റ് രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ ആ ബന്ധത്തിലെ പരമാവധി അന്നേരത്തെ സാഹചര്യത്തിൽ അതിന്റെ പഴുതടയ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ച മൂത്തതിനെ ഇളയതിനെ പരസ്പരം കെട്ടിച്ചപ്പോൾ പഴുതടച്ചെന്ന്. എന്റെ പൊന്നാര ഉസ്താദേ, തീർന്നില്ല. പീഡനങ്ങളുടെ കണക്കല്ലേ പറഞ്ഞത്? മദ്രസയിൽ പഠിച്ചതാണോ? മദ്രസയിൽ പഠിച്ചാൽ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെയല്ലേ ചോദിച്ചത്? പോകല്ലേ ഉസ്താദേ, നിങ്ങൾക്കുള്ള വിരുന്ന് ഇവരൊക്കെ തന്നെ വിളമ്പി വെച്ചിട്ടുണ്ട്. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. അതെ, നിങ്ങൾ ഉറക്കം എഴുന്നേറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എഴുന്നേറ്റു പല്ല് തേച്ച് കുളിച്ച് വൃത്തിയായിട്ടില്ലെങ്കിലും സാരമില്ല, കണ്ണു തുറന്നാൽ ഉടനെ എടുക്കുന്ന മൊബൈൽ ഫോൺ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ബാലുവണ്ണൻ പറഞ്ഞതൊന്ന് കേട്ടു നോക്കിക്കേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില്, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. അന്ത ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്. സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാര ജീവിയാണ്. അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിനിന് നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചോണ് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും ഞാൻ ആരെയും നിരപരാധി. ഈ രീതിയിലാണോ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്?
ആണോ? കൊല്ലാം. പിന്നെ നമ്മുടെ MM അക്ബർ പറയുന്നുണ്ട് മദ്യപാനവും പറ്റുമെന്ന്. പ്രവാചകൻ കള്ളുകുടിച്ചു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു, അതെ, പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്. വ്യഭിചാരവുമായി, മദ്യപാനവുമായി, കൊള്ളയടിയുമായി, കൊലയുമായി പ്രവാചകനെ എതിർത്തു എന്ന കാരണത്താൽ അസ്മാ ബിന്തു മർവാൻ എന്ന് പറയുന്ന 4-5 മക്കളുള്ള ഒരു സ്ത്രീയുടെ മാറിടത്തിലേക്ക് വാളാഴത്തിൽ കുത്തിയിറക്കിയ പ്രവാചകന്റെ അനുയായിയെ വിളിച്ച് ആശ്ലേഷിച്ച പ്രവാചകൻ പറഞ്ഞത് എന്തായിരുന്നു? അപ്പൊ എന്താണ് ഇനി മദ്രസയിൽ പഠിപ്പിക്കാത്തത്? കൊള്ളയുമായി, കൊലപാതകവുമായി, ബലാത്കാരവുമായി, മോഷണവുമായി, പിടിച്ചുപറിയുമായി, കൊള്ളയുമായി, പെൺകുട്ടികളെ ബാലപീഡനവുമായി. ഇനി എന്താ ഇനി പാപ്പിച്ചേണ്ടത്? ഈ മദ്രസകളിലൊക്കെ എന്തുകൊണ്ടാണ് ഈ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നത്? ഇതുപോലെയുള്ള മലരന്മാര് വന്നിട്ട് കണ്ടില്ലേ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ പരസ്പരം വിവാഹം കഴിക്കാമെന്ന് ആദൻ നബി പഠിപ്പിച്ചു. ആദൻ നബിയുടെ മക്കൾ പഠിപ്പിച്ചു പെണ്ണിന് വേണ്ടി കൊലപാതകം നടത്താം. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മതി. എന്ത് കുറ്റമാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തത്? അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നതൊഴികെയുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുത്തു തരും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണോ ഉണ്ടാകുന്നത്? തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസിയാണോ ഉണ്ടാകുന്നത്? മതപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ടീച്ചറെ വിളിച്ച് സംസാരിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? മതത്തിനകത്ത് എന്തു പറയുന്നു എന്നത് പഠിച്ചവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. നന്ദി.